range എന്തുമാത്രമാണ് കിട്ടുന്നത്. ഇത് കമ്പനി പറയുന്നതല്ല, കമ്പനി പറയുന്നത് 120 കിലോമീറ്റർ കമ്പനി പറയുന്നത്. അത്രയൊന്നും നമ്മൾ പറയത്തില്ല. കാരണം ഇവിടുത്തെ നമ്മുടെ ഈ കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ ഹമ്പും യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്രാൻഡിന് എന്തായാലും 8 രൂപയ്ക്ക് 80 കിലോമീറ്ററോളം നമുക്ക് പോകാൻ പറ്റും. ഓടിക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 2 പേര് വെച്ചുകൊണ്ടൊക്കെ ഏറ്റവും കയറുന്ന. ഹലോ ഫ്രണ്ട്സ്, ഫോക്കസ് നെഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പറയുന്നത് ധാരാളം ആവശ്യക്കാരുള്ള, ഇന്നത്തെ കാലത്ത് ധാരാളം ആവശ്യക്കാരുള്ള ഒരു വാഹനത്തിൻ്റെ സെഗ്മെൻറ്റാണ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, 100+ ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനീസാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതിൽ ഏതാനും കുറച്ച് കമ്പനീസ് മാത്രമാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അത്തരത്തിലുള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. TNR എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. TNR എന്ന ബ്രാൻഡ് നമ്മൾ സൗത്തിലോട്ട് അധികം ആയി വരുന്നുള്ളൂ എങ്കിലും നോർത്ത് സൈഡിലൊക്കെ ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. TNR ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ജെറ്റർ എന്ന് പറയുന്ന വേരിയൻ്റാണിത്. അപ്പം ആ ജെറ്റർ വേരിയൻറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആദ്യമൊക്കെ ഇറങ്ങുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ ഭയങ്കരമായ ഡ്രോപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സ്കൂട്ടേഴ്സ് നോക്കിയാൽ അതിൻ്റെ ഓരോ പാർട്സിൻ്റെയും ക്വാളിറ്റിയിൽ നമുക്ക് അതിൻ്റെ അപാകതകൾ കണ്ട് നമുക്ക് കാണാനായിട്ടുള്ള അപാകതകൾ കാണുമായിരുന്നു. പക്ഷേ ഇപ്പം ഓരോന്ന് ഡെവലപ്പായി വന്ന് ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്ന വാഹനങ്ങൾ അതിൻ്റെ അപാകതകളൊക്കെ അവർ മാറ്റി നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡുള്ള പാർട്സൊക്കെ യൂസ് ചെയ്തൊക്കെയാണ് പുതിയ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു വാഹനത്തെ ഒന്ന് അടുത്തൊന്ന് കണ്ട് പരിചയപ്പെട്ടിട്ട് വരാം. ഓക്കെ, ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്പോർട്ടി ഡിസൈൻ ഉള്ള ഒരു സ്കൂട്ടറാണ്. ഇപ്പോൾ സ്പോട്ട് എന്നൊക്കെ ഒരു മെൻഷനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹെഡ് ലാമ്പ് നോക്കിയാലും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം നോക്കിയാൽ തന്നെ നല്ലൊരു സ്പോർട്ടി ഡിസൈനാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ആ കർവ്നെസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റിയൊരു ഡിസൈനിലാണ് നമ്മുടെ TNR ജെറ്റർ എന്ന വേരിയൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന് 12 ഇഞ്ച് ടയേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബ്രേക്കിംഗ് അതിനോടൊപ്പം നമുക്ക് കിട്ടുന്നതാണ്. ഫ്രണ്ട് ഡിസൈനൊക്കെ കഴിഞ്ഞ് സെൻറ്ററിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്പേസ് ആണ് ഇവിടെ കാണുന്നത്. അപ്പം ഇതിൻ്റെ താഴെ നമ്മൾ ബാറ്ററി ആണെന്ന് വിചാരിക്കും, പക്ഷേ ബാറ്ററി അല്ല, ഇവിടെ പാനൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാറ്ററി വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഒക്കെ ഇവിടെ കയറ്റാം. ധാരാളമായിട്ട് സ്ഥലം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓരോ വണ്ടികൾക്കും ഒന്നുകിൽ സ്ഥലം കാണും, അവിടെ വെയിറ്റ് വെക്കാൻ പറ്റില്ല. അപ്പം ഒന്നുകിൽ വെയിറ്റ് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ഥലം കാണില്ല. അങ്ങനെയുള്ള ഓരോരോ ഇതാണ്. പക്ഷേ ഈ വാഹനത്തിന് ധാരാളമായിട്ടുള്ള സ്പേസും ഉണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യമുള്ള വെയിറ്റുകളൊക്കെ ക്യാരി ചെയ്യാം. ടോട്ടൽ ഈ ഒരു സ്കൂട്ടറിൽ 220 kilograms ആണ് ഇതിൻ്റെ സപ്പോർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വെയിറ്റ്, ബാറ്ററി പാക്ക് ഇല്ലാത്തതുകൊണ്ട് ധൈര്യപൂർവ്വം നമുക്ക് വെയിറ്റ് ഇവിടെ വെക്കാനായിട്ട് പറ്റും. നമുക്ക് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്ക് ഗ്യാസ് ഊറ്റിയും കാര്യങ്ങളൊക്കെ അതൊക്കെയാണല്ലോ നോർമൽ ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം ഇതിൽ അതും അനായാസം സാധിക്കും. ഫ്രണ്ടിൽ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകാനും എല്ലാത്തിനുമുള്ള നല്ല വീതിയുള്ളൊരു സ്പേസാണ്. ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാബ് റെയിൽസും നല്ലൊരു ഡിസൈനോടുകൂടി ഗ്രാബ് റെയിൽസും അതുപോലെ തന്നെ ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷനും ലൈസൻസും ഒന്നും ആവശ്യമില്ലാത്ത വാഹനം ആയതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ജസ്റ്റ് ഒരു നെയിം പ്ലേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം ഇനി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലേഡീസ് ഫുഡ് പെഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാനുള്ള സെൻട്രൽ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന് തന്നെ അതും അവിടെ വന്നിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ സ്വിച്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ സ്കൂട്ടേഴ്സിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള സ്വിച്ചസ് ആണ്. നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, അതുപോലെ തന്നെ ഹൈ ബീം, ലോ ബീം സ്വിച്ചസ് ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡ് വന്നിരിക്കുന്നത്. റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് പവർ സ്വിച്ച്, അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഓൺ ഓഫ് സ്വിച്ചുകളും കാര്യങ്ങളും നമ്മുടെ DRLും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെ സ്വിച്ചസ് ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നീട് എക്സ്ട്രാ വന്നിരിക്കുന്ന സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ ഇതിന് മോഡ്സിൻ്റെ സ്വിച്ചാണ്. അതായത് പാർക്കിംഗ് മോഡ്, അതുപോലെ തന്നെ റണ്ണിങ് മോഡും 2 മോഡ്സാണുള്ളത്. അതുപോലെ തന്നെ സ്പീഡ് മോഡ്സും, ഇങ്ങനെ 2 സ്വിച്ചസ് ആണ് ഈ റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ചാർജിങ് പോർട്സ് വന്നിട്ടുണ്ട്. അതിന് പറ്റിയ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസും 2 സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ സുഖമായിട്ട് അവിടെ വെക്കാനായിട്ട് പറ്റും, ചാർജ് ചെയ്യാനും പറ്റും അതോടൊപ്പം തന്നെ. പിന്നീട് അടുത്തായിട്ടുള്ളത് ഇതിന് കീലെസ് എൻട്രിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ കീ യൂസ് ചെയ്യാതെ തന്നെ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. റിമോട്ടും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ആൻറ്റി ടഫ് ലോക്ക് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വാഹനം ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേറെ ആരെങ്കിലും ഇത് മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ അലാം
പ്രവർത്തിക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും അതിന് ശേഷം വീണ്ടും നമ്മൾ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിയർ വീല് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആകുകയും ചെയ്യുന്നതാണ്. അപ്പം അതിന് അനുസരിച്ചുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സും ഒക്കെ അടങ്ങിയിട്ടാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഓക്കെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിനോട് തന്നെ ചോദിച്ച് നമുക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാം. ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ കാര്യങ്ങൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ചോദിച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് ഈ വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാം. ചേട്ടാ, അപ്പം ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൻ്റെ ധാരാളമായ ഒരു കടന്നുവരവാണ് ഈ ഒരു കുറച്ച് 2-3 വർഷത്തിനുള്ളിൽ വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റിയുള്ള ബാഡ് ന്യൂസുകളും ഗുഡ് ന്യൂസുകളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം ബാഡ് ന്യൂസുകളെ പറ്റിയാണ് ആളുകൾക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യം. ഇപ്പം വാഹനങ്ങൾ ചൂടാകുന്നു, ബാറ്ററി എസ്പെഷ്യലി അതിൻ്റെ ബാറ്ററി ചൂടാകുന്നു, അത് കത്തുന്നു, അങ്ങനെ കുറേ ബ്രാൻഡ്സുകൾക്ക് അങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് ഇത് കത്തുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയുമോ? അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ക്വാളിറ്റി കുറഞ്ഞ ബാറ്ററി വെക്കുന്നതുകൊണ്ടാണ് കത്തുന്നതെന്നാണ്. ബാറ്ററിയാണ് മെയിൻ പ്രശ്നം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം അയൺ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ISO ബ്രാൻഡഡ് സാധനമാണ്. പിന്നെ അവർ കമ്പനി സ്പെഷ്യലി പറയുന്നുണ്ട് അത് അതിനനുസരിച്ചുള്ള, അതായത് ഈ ഒരു ഫോൾട്ടുകളും കാര്യങ്ങളും ഡിസഡ്വാൻറ്റേജസ് വന്നപ്പോൾ അതിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ മോഡിഫൈ ചെയ്ത് ഇറക്കിയേക്കുന്ന ബാറ്ററീസാണ്. അപ്പോൾ അത് അവർ ഫുൾ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്ന് നിങ്ങളിപ്പം യൂട്യൂബിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അടിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ബ്രാൻഡിന് എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റോ ഇങ്ങനെ ഒരു സംഭവങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് നമുക്ക് 100% നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു സംഭവം ഈ ഒരു ബാറ്ററിക്ക് ഇല്ല. ലിഥിയം അയൺ ബാറ്ററിക്കാണ് എസ്പെഷ്യലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത തീരെയില്ല. ഒരു 99%. 100% ഒരിക്കലും പ്രൂവ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം പക്ഷേ കമ്പനി അതങ്ങനെ പറയുന്നുണ്ട്. കമ്പനി നമ്മളോട് സ്പെഷ്യലി പറയുന്നുണ്ട് 100% ഇങ്ങനെ ഒരു വിഷയം അവർക്കത് ഉണ്ടാവത്തില്ല എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ പിന്നീട് എങ്ങനെയാണ് ഇതിന്റെ ബാറ്ററിയുടെ 72 വാട്ട്സ് ബാറ്ററിയാണ് 72 വോൾട്ട് ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇതിൽ കുറഞ്ഞ വേർഷൻസിലുള്ള വണ്ടികളുണ്ട്, അതിലൊക്കെ നമ്മൾ 60 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്, 48 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മൈലേജ് കുറയും, പവറും കുറയുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ കുറഞ്ഞ വണ്ടികളാണ്. പക്ഷെ ഇപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതിൽ ഏറ്റവും ഹയസ്റ്റ് വണ്ടി ഇതാണ്. അപ്പോൾ ഇത് 72 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഇതിനനുസരിച്ചുള്ള പവറുണ്ട്, അത്ര ആൾക്കാരെ ക്യാരി ചെയ്യാൻ പറ്റും. അതുപോലെ കയറ്റം കയറുന്നതും ഒക്കെ, കാരണം അതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ. അവർ സംസാരിക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് അപ്പോൾ അതൊരു ഇതുണ്ട്. കാരണം ഇത് കയറ്റം കയറുമോ, അല്ലെങ്കിൽ 2 ആളെ വെച്ചോണ്ടോ, അല്ലെങ്കിൽ 3. നമ്മളിത് കുറച്ച് ഹൈ റേഞ്ച് ഏരിയയിൽ പോയിട്ട് നമ്മൾ തന്നെ ഇത് സെൽഫായിട്ട് നമ്മൾ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്, നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് ആൾക്കാരോട് കസ്റ്റമേഴ്സിനോട് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ കമ്പനി പറയുന്നത് കേട്ടിട്ട് പറയുന്നതല്ല. അല്ലാണ്ട് തന്നെ നമുക്കിത് 100% നമ്മൾ പറയുന്നുണ്ട്, നമ്മളിത് പ്രൂവ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പം ഇതിന്റെ മൈലേജ് ആണ് അടുത്തായിട്ട് അറിയേണ്ടത്, റേഞ്ച് എന്തുമാത്രമാണ് കിട്ടുന്നത്. ഇത് കമ്പനി പറയുന്നതല്ല, കമ്പനി പറയുന്നത് 120 കിലോമീറ്റർ. പക്ഷേ അത്രയൊന്നും നമ്മൾ പറയത്തില്ല. കാരണം ഇവിടുത്തെ നമ്മുടെ ഈ കയറ്റവും ഇറക്കവും അതുപോലെ തന്നെ ഹമ്പും, പിന്നെ കൊച്ചി, ആലപ്പുഴ സ്ഥലങ്ങളിലാണെങ്കിൽ ഹൈവേസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന അത്രയും കിലോമീറ്റർ നമുക്ക് കിട്ടും. പക്ഷെ അല്ലാത്തടത്തോളം കാലം നമുക്കൊരു 75-80 കിലോമീറ്റർ കൂടുതൽ അത്രയും കിട്ടും. നോർമൽ ലോക്കൽ യൂസേജിന് 80 കിലോമീറ്റർ തന്നെ ധാരാളമാണ്. കാരണം അവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം തന്നെയല്ല, ഇതിനിപ്പോൾ ചാർജിങ് ടൈം എന്ന് പറയുമ്പോൾ 4 to 5 hours ചാർജാണ് നമ്മൾ വെക്കുന്നത്. പിന്നെ തന്നെയല്ല, ഇവരിത് പറയുന്നതനുസരിച്ച് ആ ഒരു കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് ഇവർ ഒരു യൂണിറ്റിന്, അതായത് നമ്മളിത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 1.5 യൂണിറ്റ് കറണ്ട് നമുക്ക് ചിലവാകുന്നുള്ളൂ. 1.5 എന്ന് പറഞ്ഞാൽ ഏകദേശം 12 അല്ല 8 രൂപ സംതിങ് വരത്തുള്ളൂ, അതായത് ഫുൾ ചാർജിന്. അപ്പൊ നമുക്ക് ആ ഒരു ചാർജിങ് പീരീഡ് കഴിയുമ്പോൾ 8 രൂപയ്ക്ക് 80 കിലോമീറ്ററോളം നമുക്ക് പോകാൻ പറ്റും, ഓടിക്കാൻ പറ്റും. പെട്രോൾ ആണല്ലോ ആൾക്കാർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. കാരണം ഓരോ ദിവസം കഴിയും തോറും പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരിക്കും, എന്തായാലും കുറയുന്നില്ല. അപ്പം നമുക്ക് അത് കുറച്ചുകൂടെ നോക്കുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ആൾക്കാർക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, കാരണം പൊല്യൂഷൻ ഇല്ല, പിന്നെ ശബ്ദം ഇല്ല. അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്കോ ഫ്രണ്ട്ലിയാണ്. ഇലക്ട്രിക് സ്കൂട്ടറിലോട്ട് പോകും എല്ലാവരും അതാണല്ലോ. ഇപ്പോൾ പഴയ പുതിയ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ യുഗത്തിലെ ആൾക്കാരായ പോലും പഴയ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നുണ്ട്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. പാള പോലുള്ള മറ്റേ ഇതെന്ന് പറയുന്ന പാത്രങ്ങൾ വരെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം, നമ്മളെ ഇനി വരുന്ന തലമുറയ്ക്കും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണിത്. അപ്പം ഇതിന് എങ്ങനെയാണ് ഓൺ റോഡ് പ്രൈസ് ഇപ്പം വരുന്നത്? ഓൺ റോഡ് പ്രൈസ് ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1,04,000 ആണ് വരുന്നത്. ഏറ്റവും ഹയസ്റ്റ് മോഡൽ ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇതിൽ ചെറിയ മോഡൽസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് നടത്താനുള്ള സംവിധാനമുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പല വേർഷനിലുണ്ട്. അതുപോലെ നമുക്കിത് അവകാശപ്പെടുന്ന ഏറ്റവും വലിയ ഇത് പ്രത്യേകത എന്ന് പറയുമ്പോൾ
പല മോഡൽസിലുള്ള, അതായത് ക്ലാസിക് മോഡൽ, പല മോഡൽസിലുള്ള വാഹനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ള മോഡൽസൊക്കെ നിങ്ങൾ ഓരോ ഷോറൂമിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരേ ടൈപ്പിൽ അല്ലെങ്കിൽ ഒരേ മോഡലിലുള്ള വെഹിക്കിൾസ് ആയിരിക്കും. അപ്പോൾ അതിന് വോൾട്ട് ബാറ്ററിക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. അതായത് ഈ ബജാജ് പോലുള്ള ക്ലാസിക്, അതായത് നമ്മുടെ പഴയ വെസ്പ മോഡലൊക്കെ ഉള്ള ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പല കളറിലും നമുക്കപ്പം ആൾക്കാരുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് കളേഴ്സ് അനുസരിച്ച് നമുക്ക് എടുക്കാം. പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും അതുപോലെ ലോവർ കാറ്റഗറിയിലുള്ള, ഇതിപ്പോൾ കുറച്ച് ഹയസ്റ്റ്, അതായത് വരുന്നതാണ്. തന്നെയല്ല ഇതിന് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്. ബാക്കിയുള്ളതിനൊക്കെ വളരെ ബേസ് കുറഞ്ഞിട്ട്, അതായത് ഇതിപ്പം 12 ഇഞ്ച് ടയർ ആണെന്നുണ്ടെങ്കിൽ മറ്റേ 10 ഇഞ്ച് ടയറാണ്. അപ്പൊ അതിനനുസരിച്ച് ഹൈറ്റ് കുറയും. കാല് കുത്താനും ലേഡീസിനൊക്കെ കാല് കുത്താനും പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്യാനും ഒക്കെ ഉള്ള, ഈവൻ റിവേഴ്സ് മോഡ് വരെ ഉള്ള വണ്ടികൾ ഞങ്ങളുടെ ഉണ്ട്. അപ്പം സ്റ്റാർട്ടിംഗ് എത്രയാണ് പ്രൈസ്? സ്റ്റാർട്ടിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 80,000 ഞങ്ങളുടെ ഇപ്പം ഉള്ളത്. 80,000 തൊട്ട് അവൈലബിൾ ആണ്. 80,000 തൊട്ട് 1,04,000 വരെ, അതായത് ഹയസ്റ്റ് മോഡൽ അത്രയും വരെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ ഞങ്ങളുടെ EMI ഉണ്ട്. EMI ഫെസിലിറ്റി ഞങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. EMI ഞങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. മാസം എത്ര ഏകദേശം? മാസം എനിക്ക് തോന്നുന്നു അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർ മിനിമം സ്റ്റാർട്ടിങ് 15,000 സംതിങ് ആണെന്ന് തോന്നുന്നു ഡൗൺ പേയ്മെന്റ് വരുന്നത്. ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അത് ഒരു 2 വർഷത്തേക്ക്, അത് ഓരോ ഫിനാൻഷ്യൽ മറ്റേ ഇതനുസരിച്ചിരിക്കും. അതായത് മുത്തൂറ്റുകാരൊന്ന് പറയുന്നുണ്ട്, മറ്റവരൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റഗറി അനുസരിച്ച് 2 വർഷത്തേക്ക് പറയുന്നവരുണ്ട്, 3 വർഷത്തേക്ക് പറയുന്നവരുണ്ട്. അപ്പോൾ അതിന്റെ ആ ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്ത് എത്ര ശതമാനം പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 2 പേര് വെച്ചുകൊണ്ട് കയറ്റം കയറുന്ന നമുക്ക് നല്ലൊരു കുത്തനെ കയറ്റം തന്നെ കാണിച്ചേക്കാം അല്ലേ? അതെ അതെ ഓക്കെ. അപ്പോൾ കയറ്റം കയറി വരികയാണല്ലേ? 2 പേര് വെച്ചിട്ട് കയറ്റം കയറിയിട്ടും കുത്തനെയുള്ള കയറ്റമാണ്. കയറ്റമൊക്കെ കയറി 2 പേരായിട്ടും കുഴപ്പമില്ലാതെ വരുന്നുണ്ട്. അതെ. ഈ ശരിക്കും പറഞ്ഞാൽ ചാർജർ. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ചാർജർ. അതിപ്പം എത്ര അങ്ങനെ എന്താ പറയുക, നമുക്ക് വലിയ അറിവോ കാര്യങ്ങളോ വേണമെന്നൊന്നുമില്ല. ഇതിന്റെ പ്ലഗ് എന്ന് പറയുമ്പോൾ ഇത് നോർമലി ഉള്ള ഒരു പ്ലഗ് ആണ്. നോർമലി എവിടെ വേണേലും ഏത് സോക്കറ്റ് വേണേലും നമുക്ക് കുത്താൻ പറ്റും. ഇതാണ് അതിന്റെ അടുത്ത എൻഡ്. ഇത് നമുക്ക് ആ ചാർജിങ് സ്ലോട്ടിൽ വളരെ ഈസി ആയിട്ട്, അപ്പോൾ ഇതാണ് ഈ ചാർജിങ് സ്ലോട്ട്. ചാർജിങ് സ്ലോട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് അത് പ്ലഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് കുത്തി കഴിഞ്ഞാൽ ഏകദേശം 4-5 മണിക്കൂറോളം എടുക്കും അല്ലേ ചാർജിങ്? 5 hours നമുക്ക് ചാർജിങ് ടൈം എടുക്കും. എടുത്തു കഴിഞ്ഞാൽ 80 കിലോമീറ്റർ എന്തായാലും കിട്ടും. എന്തായാലും 80 കിലോമീറ്റർ വേണമെങ്കിൽ 100 ആക്കാം, വേണ്ടവർക്ക് അല്ലേ? മര്യാദയ്ക്ക് ഓടിക്കുവാണെങ്കിൽ അതൊക്കെ പോകുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അത് വേണമെങ്കിൽ ആക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നീട് എങ്ങനെയാണ് മഴയത്തൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് വെള്ളം നനയുമ്പോൾ? ശരിക്കും മറ്റേ സാധനത്തിന് വരുന്നത് പ്രഷർ പമ്പ് യൂസ് ചെയ്തിരുന്നു മാത്രമേ കമ്പനി പറയുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഫോഴ്സിലായതുകൊണ്ട് ഈ വെള്ളം ബാറ്ററി ഇലക്ട്രിക്കൽ സാധനങ്ങളാണല്ലോ, അപ്പൊ അതിനകത്ത് ഈ വെള്ളം കടന്നു കഴിഞ്ഞാൽ പ്രശ്നം വരും. അപ്പൊ മഴയത്താണെങ്കിലോ? മഴയത്ത് യാതൊരു പ്രശ്നമില്ല. മഴയത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കമ്പനിയുടെ സൈഡല്ല, നിങ്ങളുടെ സൈഡിൽ മഴയത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് വെക്കാറുണ്ട്, വണ്ടി വെക്കാറുണ്ട്. ഞങ്ങൾ പുറത്ത് വെക്കാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം. ഇപ്പൊ മഴക്കാലമാണ്, ഇപ്പം സ്ഥിരം മഴ പെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, പ്രശ്നം വരുന്നില്ല. ഇല്ല. ഓക്കെ. പിന്നീട് ബാറ്ററി അപ്ഗ്രേഡിന്റെ എന്താണ്? ബാറ്ററി അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇത് 26Ah ബാറ്ററിയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളത് 30Ah ബാറ്ററി ആക്കിയിട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും സാധനം. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പെർഫോമൻസും മൈലേജും കൂടുതൽ കിട്ടും. അതിനനുസരിച്ച് കൂടുതൽ കിട്ടും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ തന്നെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൾക്കാരുടെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലിഥിയം അയൺ ബാറ്ററി തന്നെയാണോ? അല്ല, ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയിലേക്ക് നമ്മൾ കൺവേർട്ട് ആവുന്നുണ്ട്. ഇപ്പം എല്ലാ വണ്ടികളും അങ്ങോട്ട് ആവുന്നുണ്ട്, അപ്ഗ്രേഡ് ആവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളും അത് എടുത്തിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടി നമ്മുടെ അവിടുന്ന് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പം കയറ്റം 3 മോഡ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞു? അപ്പം മോഡുകൾ ഏറ്റവും വലിയ മോഡ് ഇട്ടാണ് ഇപ്പൊ കയറിയത്? സെക്കൻഡ് മോഡാണ് യൂസ് ചെയ്തത്. ഓക്കെ. അപ്പം തേർഡ് മോഡ് എടുക്കേണ്ടി വരത്തില്ല? പവറിന്റെ വ്യത്യാസം വരുന്നില്ല, സ്പീഡ് മാത്രമേ കൂടുന്നുള്ളൂ. ഓക്കെ. ശരിയാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ കയറ്റോടെ ഒന്ന് കയറ്റി കാണിക്കുമോ മോഡിട്ട്?
നല്ലൊരു കുത്തനെ കയറ്റമായിരുന്നു. അത് നല്ലതായിട്ട് കയറിയിട്ടുണ്ട്. ഇപ്പം കയറ്റം കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സുകൾ പരിഹരിച്ച് വരികയാണ്. അപ്പം ഈ ഒരു വാഹനം അതിൽ വിജയിച്ചിരിക്കുന്നു. കയറ്റമൊക്കെ അനായാസം 2 പേരെ വെച്ച് തന്നെ കയറ്റാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പം നിങ്ങൾ ഏത് വണ്ടി എടുക്കാനാണെങ്കിലും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. നമ്മൾ ഏത് വാഹനമാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഓരോ വണ്ടികളുടെയും ഗുണവും ദോഷങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ അത്തരത്തിലും ഇവരുടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്നതാണ്. നിങ്ങൾക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വാഹനം സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ചെന്ന് ടെസ്റ്റ് ഡ്രൈവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ TNRൻ്റെ ജെക്ടർ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാഹനത്തെ പറ്റിയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.